കാലാവധി പൂർത്തിയായ വാഹനങ്ങൾക്ക് ഡൽഹിയിൽ ഇന്ന് മുതൽ ഇന്ധനം കിട്ടില്ല. 10 വർഷം പൂർത്തിയായ ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷം പൂർത്തിയായ പെട്രോൾ വാഹനങ്ങൾക്കുമാണ് നിയമം ബാധകമാവുക. വായു ഗുണനിലവാര കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗതാഗത വകുപ്പും ഡൽഹി പോലീസും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. സജു തോമസ് വിവരങ്ങളുമായി. സജു, ഇതെങ്ങനെയാണ്? സജു തോമസിന്റെ റിപ്പോർട്ട് കാണാം. മോശം വായു ഗുണനിലവാര സൂചികയിൽ ലോകത്തെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന നഗരമാണ് ഡൽഹി. ഇത് പരിഹരിക്കാൻ വേണ്ടി വർഷാവർഷം വിവിധ പദ്ധതികൾ സർക്കാരുകൾ ആവിഷ്കരിക്കുന്നെങ്കിൽ പോലും അതൊന്നും ഫലവത്താകുന്നില്ല. പ്രത്യേകിച്ച് വായു ഗുണനിലവാര സൂചിക ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളൊക്കെയും അതികഠിനമാണ്. 500-ന് മുകളിലേക്ക് ശ്വസിക്കാൻ പറ്റാവുന്നതിന് അപ്പുറത്തേക്കാണ് ഡൽഹിയിൽ എത്തുന്നത്. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് വായു ഗുണനിലവാര സൂചികയൊക്കെയും നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും ഇന്ധനം നൽകില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും അതോടൊപ്പം തന്നെ 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്നു മുതൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകില്ല. അത് നിയന്ത്രിക്കാൻ വേണ്ടി പമ്പുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ട്രാഫിക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ, ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നായിട്ടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ പുതുതായി വന്ന BJP സർക്കാർ പ്രധാനമായിട്ടും പറഞ്ഞത് ഡൽഹിയിലെ വായു ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ്. അതിൻ്റെ ആദ്യ പടി എന്നോണമാണ് ഈ വാഹനങ്ങളൊക്കെയും 15 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും 10 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും സീസ് ചെയ്ത് അത് പൊളിച്ചു വെക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തോട് എന്തായാലും ഡ്രൈവർമാർ അടക്കമുള്ള പ്രതികരിക്കുന്നത് ഇതൊരു നല്ല കാര്യം ആണെന്ന് തന്നെയാണ്. എങ്കിൽ പോലും ഈ വിഷയത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നത്, പ്രത്യേകിച്ച് സാധാരണക്കാരുള്ള ടാക്സി തൊഴിലാളികൾ പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളാണ് ഡൽഹിയിൽ കൂടുതലായി എത്തുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നും, ഹരിയാനയിൽ നിന്നും, ഉത്തർപ്രദേശിൽ നിന്നും എത്തുന്ന വാഹനങ്ങളാണ് ഡൽഹിയിൽ കൂടുതലായിട്ടുള്ളത്. അത് ട്രക്കുകളായിക്കോട്ടെ, ബസ്സുകളായിക്കോട്ടെ, മറ്റു വാഹനങ്ങളായിക്കോട്ടെ, അതാണ് വലിയ രീതിയിലുള്ള വായു മലിനീകരണത്തിലേക്ക് നയിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്നാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. നമുക്ക് കാണാം, ഈ പെട്രോൾ പമ്പിലൊക്കെയും CCTVകളുണ്ട്. ഈ CCTVകളിൽ നിന്ന് കൃത്യമായിട്ട് ഈ വരുന്ന വാഹനങ്ങൾ നിരീക്ഷിക്കുകയും അത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഈ ട്രാഫിക് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ പോലീസ് എല്ലാ പമ്പുകളിലും ഡൽഹിയിലെ 500-ലധികം പമ്പുകളിൽ ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പമ്പുകൾ തന്നെ ഇവർക്ക് ചെറിയ ഒരു എയ്ഡ് റൂം നൽകിയിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് ഇവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള മേൽനോട്ടം ഉണ്ടായിരിക്കുകയാണ്. പോലീസിനെ കൃത്യമായി ഓരോ പമ്പുകളിലും വിന്യസിക്കുകയും അത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. എന്തായാലും വളരെ നല്ല ഒരു കാര്യമാണ് ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും വായു ഗുണനിലവാരം മോശമായ സാഹചര്യത്തിൽ ഡൽഹി സർക്കാരിൻ്റെ പുതിയൊരു ഇനിഷ്യേറ്റീവാണ് വായു ഗുണനിലവാരം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടുള്ള ആദ്യ പടിയെന്നമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.